സഖാവ് ഒരു ഭാര്യയെ സ്വീകരിക്കുന്നതിൻ്റെ രീതി, അല്ലെങ്കിൽ ഒരു ഇണയെ കണ്ടെത്തുന്ന രീതിയുടെ മേൽ വരെ അയാൾ യഥാർത്ഥ സഖാവാണെന്ന് നിയന്ത്രണങ്ങളുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ലൈംഗികത, പരസ്യ ലൈംഗികത ഒരു മുഖംമൂടി മാത്രമാണ്, ഒരു വലിയ ഒരു വെള്ളപൂശിയ ഒരു മുഖംമൂടിയാണ് അതിന് മുന്നിൽ കാണുന്നത്. അതിൻ്റെ രഹസ്യ ലൈംഗികതകൾ മറ്റാരെയും പോലെ സ്വതന്ത്രവും ആനന്ദകരവും സന്തോഷകരവും ഒക്കെയാണ്. വാസ്തവത്തിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു ഒളിപ്രസ്ഥാനമായിരുന്ന കാലത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നിടത്തോളം ഇത്രമാത്രം ലൈംഗികതയിൽ, ആ ഒളിവിൻ്റെ ഒരു സുഖത്തിൽ, അതിൻ്റെ മറവിൽ ഇത്രമാത്രം ലൈംഗികതയോടുകൂടി പ്രവർത്തിച്ച മറ്റൊരു പ്രസ്ഥാനമുണ്ടോ എന്ന് സംശയിക്കണം. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ലൈംഗികതയിൽ അടിയുറച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ഇത്ര ഭീകരമായിട്ടുള്ള സങ്കുചിതത്വത്തിലേക്ക് ഒരു സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ചു കണ്ടാൽ സംശയിക്കണം എന്ന സങ്കുചിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ക്രൈസ്തവ പാരമ്പര്യം ഇതിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച ആ ഒരു യാഥാസ്ഥിതികത്വം ഒരു വശത്തുണ്ട്. മറുവശത്ത് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കൂടി നമ്മൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ കണ്ടേ തീരൂ എന്നാണ്